ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ഐ വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. വൈൽഡ് ഫയർ ലോസ് ആഞ്ചലസ്. അപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ ഒരു കൗണ്ടിയായ ലോസ് ആഞ്ചലസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. വൻ നാശനഷ്ടങ്ങളാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 16 പേരോളം അവിടെ മരിച്ചു എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അത് എത്രയാണെന്ന് വ്യക്തമായിട്ടില്ല. 16 പേരെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം 13 പേരെ കാണാതായിട്ടുണ്ടെന്നും ഉള്ള ഒരു റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ കാട്ടുതീ സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോഴും അവിടെ വിനാശകരമാക്കിക്കൊണ്ടിരിക്കുകയാണ്, നാശം ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഒരു കൊടുങ്കാറ്റും കൂടെ അടിച്ചതോടുകൂടി കാട്ടുതീ വിവിധ ഭാഗങ്ങളിൽ കാലിഫോർണിയയിൽ പടർന്ന് പിടിക്കുകയായിരുന്നു. കാലിഫോർണിയയിലെ പ്രധാനമായ പാലിസാഡ്, ഈസ്റ്റൺ എന്നീ പ്രദേശങ്ങളാണ് പ്രധാനമായും കാട്ടുതീക്ക് ഇരയായതെന്ന് പറയാം. കാട്ടുതീയുടെ ദഹനത്തിന് ഇരയായത് 16 പേരോളമാണ് മരിച്ചത്. അതായത് വീടുകൾ, സ്കൂളുകൾ, കെട്ടിടങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, കടകൾ എല്ലാം കത്തി നശിക്കുകയായിരുന്നു. അതായത് അവർ പറയുന്നതനുസരിച്ച് ഏകദേശം 10,000-ലധികം കെട്ടിടങ്ങളും വീടുകളും എല്ലാം ഉൾപ്പെടെ 10,000-ലധികം കത്തി ചാരമായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുവെന്ന് അല്ലെങ്കിൽ ഒഴിപ്പിക്കൽ നടപടി തുടരുന്നുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അത്രയേറെ അല്ലെങ്കിൽ ഒരു ദശാബ്ദത്തിലേറെ അവർ കണ്ട ഏറ്റവും വലിയ കാട്ടുതീയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും 2025 സ്റ്റാർട്ടായപ്പോൾ അത്ര ശുഭകരമായ വാർത്തയല്ല ലോകത്തു നിന്നും റിപ്പോർട്ടുകൾ വരുന്നതെന്ന് പറയാം. മറ്റേ ചൈനയുടെ വൈറസും ഇപ്പോഴത്തെ അമേരിക്കയുടെ കാട്ടുതീയും എല്ലാം കൂടെ ആകുമ്പോഴേക്കും 2025 അത്ര നല്ല സ്റ്റാർട്ടല്ല എന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് പറയാം. അതിനല്ല 2020 ശേഷം, അതായത് കോവിഡിന് ശേഷം, ആഫ്റ്റർ കോവിഡ് അനുദിനം അല്ലെങ്കിൽ കോവിഡിന് ശേഷം അത്ര ശുഭകരമായ വർഷങ്ങളല്ല. അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളായിക്കോട്ടെ, എല്ലാം 2020 ശേഷം വേറൊരു ലീഗിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു ഈ പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ തുടരുന്നത്. ഇതൊക്കെയെല്ലാം ഒരു മുന്നറിയിപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വരും വർഷങ്ങളിൽ മനുഷ്യൻ മനുഷ്യൻ പ്രകൃതിയെ കൈവച്ചപ്പോൾ പ്രകൃതി ഇപ്പോൾ തിരിച്ചടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കങ്ങനെയാണ് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ. അതായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച ആരംഭിച്ച കാട്ടുതീ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ആഴ്ചയും അത് നീളുമെന്നാണ് അവിടെ നിന്നുള്ള കാലാവസ്ഥ റിപ്പോർട്ടുകൾ വരുന്നത്. ശക്തമായ കൊടുങ്കാറ്റും അടിച്ചതോടുകൂടിയാണ് കാട്ടുതീ ഇത്രയ്ക്ക് വ്യാപകമായിട്ട് പടർന്ന് പിടിച്ചത്. ലോസ് ആഞ്ചലസ്, കാലിഫോർണിയ സ്റ്റേറ്റിലെ ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ പടർന്ന് പിടിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിരവധി തീപിടുത്തങ്ങൾ ഉണ്ടായാലും ശക്തമായ 2 തീപിടുത്തങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്. 2 തീപിടുത്തങ്ങളാണ് ഇത്രയേറെ വ്യാപകമായ നാശനഷ്ടം അവിടെ വരുത്തി വെച്ചതെന്ന് പറയാം. അതായത് കാലിഫോർണിയയിൽ 1938 മുതലാണ് റെക്കോർഡുകൾ, അല്ലെങ്കിൽ അതുവരെയുള്ള സംഭവങ്ങളെല്ലാം റെക്കോർഡുകളായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങിയത് 1932 മുതലാണ്. അതിനുശേഷമുള്ള ഏറ്റവും വലിയ 5 തീപിടുത്തങ്ങളിൽ ഉൾപ്പെടുന്നതായിട്ടാണ് ഈ 2 എണ്ണത്തെ അവർ കാണുന്നത്. അപ്പോൾ അത്ര വിനാശകരമായ തീപിടുത്തമായിട്ടാണ് കാണുന്നത്. അത് തന്നെയല്ല, കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഏറ്റവും വലിയ തീപിടുത്തമാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട്. കാരണം അത്രയേറെ വ്യാപക നാശനഷ്ടമുണ്ടായപ്പോൾ ഉറപ്പാണ് മരണസംഖ്യ ഇതൊന്നുമല്ല, ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് നമുക്ക് എല്ലാം ഉറപ്പാണ്. കാരണം 10,000-ലധികമൊക്കെ കത്തിച്ചാരമായി എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും മരണസംഖ്യ കൂടും. ഒട്ടനവധി പേരെ കാണാതായിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷേ അവിടെ നിന്നുള്ള കണക്കുകൾ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: 16 പേർ മരിച്ചു, 13 പേരെ കാണാതായി എന്ന് മാത്രമുള്ള കണക്കുകളാണ് ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഇപ്പോഴും ശാന്തമായിട്ടില്ല. കാട്ടുതീ ഇപ്പോഴും കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. കാറ്റിൻ്റെ ആ ഒരു വേഗത കാരണം. ചൊവ്വാഴ്ച ആരംഭിച്ചത് ഇപ്പോൾ ബുധനായി, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇന്ന് 5-ാമത്തെ ദിവസമാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 6-ാമത്തെ ദിവസം, ഞായറാഴ്ച 6-ാമത്തെ ദിവസമാണ് ഇങ്ങനെ കത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഏതായാലും വളരെ ഞെട്ടലോടെയാണ് ലോകമെല്ലാം ഈ ഒരു വാർത്ത നോക്കിക്കാണുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.